നമ്മൾ സ്മൈൽ ഡിസൈനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വറി ചെയ്യുന്ന വേറൊരു പർട്ടിക്കുലർ കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. എത്ര സമയം എടുക്കും സ്മൈൽ ഡിസൈൻ ചെയ്യാൻ? സ്മൈൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൽ ബേസിക്കലി നമ്മൾ പ്രോസ്തെറ്റിക് കറക്ഷൻസും അല്ലെങ്കിൽ എസ്തെറ്റിക് കറക്ഷൻസും ക്വിക്കായിട്ട് കറക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് സ്മൈൽ ഡിസൈനിൽ വരുന്നത്. സ്മൈൽ കറക്ഷൻ എന്ന ഒരു അംബ്രല ടേം വരുന്ന സമയത്താണ് കൂടുതൽ സമയത്തിലേക്ക് പോകുന്നത്. യൂഷ്വലി നമ്മൾ വെനിയേഴ്സ് യൂസ് ചെയ്തിട്ടോ ക്രൗൺസ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നമ്മൾ സ്മൈൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ട് മോർ ദാൻ 2 വീക്സ് അതിനുള്ളിൽ നമുക്ക് സ്മൈൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ കോമ്പോസിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് യു ക്യാൻ ഗെറ്റ് ഇൻ ജസ്റ്റ് എ സിംഗിൾ ഡേ. അതായത് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട്സ് നമുക്ക് സ്മൈൽ ഡിസൈനിൽ കൂടെ കിട്ടും, കോമ്പോസിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷേ കുറേം കൂടെ നമുക്ക് ഒരു ഇലോബറേറ്റ് റിസൾട്ട് വേണം, ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള സ്മൈൽ കറക്ഷൻ നമുക്ക് വെനിയേഴ്സ് ആണ് നമ്മൾ അതിന് ചൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ക്രൗൺസ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ട്രയൽസ് ഓരോ സെഷൻസ് അതിനൊക്കെ വേണ്ടിയിട്ടായിട്ട് 1 വീക്ക് to 2 വീക്ക് ടൈം ഡെഫിനറ്റ് ആയിട്ടും വേണ്ടതാണ്. ബട്ട് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലാബ് നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിലും ഷോർട്ടർ ആയിട്ട് തന്നെ നമുക്ക് സ്മൈൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.